എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തക്കയുടെ കാളനാണ്. അതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഏത്തക്ക അരിഞ്ഞത്, പച്ചമുളക്, കരിവേപ്പില, അതിന് ചേർക്കാനുള്ളത് തേങ്ങ ഉരുമുറി, ജീരകം, ഉള്ളി. പിന്നെ നമ്മളിവിടെ തൈര് അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിന് വേണ്ടത് ഇനി അരച്ചോണ്ട് വരണം. തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ അരയ്ക്കണം. നല്ലപോലെ അരച്ച് വെക്കണം. തേങ്ങ അരച്ചുകൊണ്ട് വരട്ടെ. ഇനി നമ്മൾ തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ നല്ലപോലെ അരച്ച് എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം. ഏത്തക്കായും പച്ചമുളകും അങ്ങോട്ട് കരിവേപ്പിലയും കൂടെ ഇടണം. ഇട്ടിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ഇടണം. ഇതെല്ലാം നമുക്ക് വേഗം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചത് നല്ലപോലെ വേഗണം, വെന്ത് പറ്റണം. സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു മുളക് പൊടിയും ഇടണം. സ്വല്പം മുളക് പൊടി, മുളക് പൊടി ഇട്ടു. ഞാനത്ത് വെച്ചിട്ട് ഇത് വേഗം ഏത്തക്ക നല്ലപോലെ വേഗണം. ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ഉള്ളിയെല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ അരപ്പിനകത്ത് നമുക്ക് ചേർക്കാം. നമുക്ക് ഈ തൈര് അങ്ങോട്ട് ഒഴിക്കാം. അടിച്ചു വെച്ചിരിക്കുന്ന തൈര് മോര് അങ്ങോട്ട് ഒഴിക്കാം. ഒഴിച്ച് നല്ലോണം ഇളക്കണം. നല്ലപോലെ അങ്ങോട്ട് നല്ല ഒരു കാളനൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വല്പം പഞ്ചസാര ഇടും. നമ്മൾ പഞ്ചസാര ഇട്ടിട്ടില്ല. വേണമെന്നവർക്ക് പഞ്ചസാര ഇട്ടും ഉണ്ടാക്കാം. ഇപ്പം എല്ലാവർക്കും ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് പഞ്ചസാര ഇട്ട് ഉണ്ടാക്കിയിട്ടില്ല.
എല്ലാവരും കാളൻ ഉണ്ടാക്കണം. നമുക്ക് ചോറുണ്ണാൻ ഏറ്റവും നല്ലതാണ് കാളൻ. അതുകൊണ്ട് എല്ലാവരും കാളൻ ഉണ്ടാക്കണം.